ഞാനിപ്പോൾ നിൽക്കുന്നത് ഹൈദരാബാദിലെ ശില്പാരാമം എന്ന ക്രാഫ്റ്റ് വില്ലേജിലാണ്. ഹൈദരാബാദിൻ്റെ ഹൃദയഭാഗത്തു നിന്നും ഏകദേശം 14 കിലോമീറ്റർ അകലെയാണ് ഈ ക്രാഫ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അകത്തേക്ക് കയറുന്നതിന് മുതിർന്നവർക്ക് 60ഉം കുട്ടികൾക്ക് 20 രൂപയും ആണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അകത്തേക്ക് കയറുമ്പോൾ ഒരു ഗണപതി വിഗ്രഹവും തൊട്ടടുത്ത് ഒരു ചെറിയ അമ്പലവും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പരമ്പരാഗത രീതിയിലുള്ള കെട്ടിടങ്ങളും അവിടെ കാണാൻ കഴിയും. അവിടവിടങ്ങളിലായി ശില്പങ്ങളും പൂന്തോട്ടങ്ങളും നമുക്കിവിടെ കാണാം. ആഴ്ചയിൽ 7 ദിവസവും ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 10:30 മുതൽ രാത്രി 8:30 വരെയാണ് സന്ദർശന സമയം. ഈ വില്ലേജിനകത്തേക്ക് പോകുമ്പോൾ കടകളും വർണ്ണാഭമായ സ്റ്റാളുകളും കാണാൻ കഴിയും. ഇവിടെ പ്രധാനമായും ആഭരണങ്ങളുടെയും വിഗ്രഹങ്ങളുടെയും വസ്ത്രങ്ങളുടെയും സ്റ്റാളുകളാണ് കാണാൻ കഴിയുന്നത്. ഈ ഗ്രാമത്തിലകത്തോട് നടക്കുമ്പോൾ കളിമൺ പാത്രങ്ങളും വർണ്ണാഭമായ പല വസ്തുക്കളും വിൽക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്നും ഞങ്ങൾ പോയത് ബോട്ടിങ്ങിനാണ്. ഇവിടെ നമുക്ക് കൃത്രിമമായി നിർമ്മിച്ച ഒരു ജലസ്രോതസ് കാണാൻ കഴിയും. അവിടെയാണ് ബോട്ടിങ്ങിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഹൈദരാബാദിലെ പല സ്ഥലങ്ങളിലും ജലസ്രോതസ്സുകളെ ഗവൺമെൻറ് ഒരു വരുമാന മാർഗമാക്കി മാറ്റാറുണ്ട്. കുട്ടികൾക്ക് വേണ്ടി പാർക്കുകളും ഓപ്പൺ ജിമ്മും വൈകുന്നേരങ്ങളിൽ നടക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും അവിടെ ഒരുക്കാറുണ്ട്. ഇവിടെ ബോട്ടിങ്ങിന് ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ടിക്കറ്റ് എടുത്തതിന് ശേഷം ലൈഫ് ജാക്കറ്റും ധരിച്ച് ഞങ്ങളുടെ ഊഴവും കാത്തു നിൽക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ബോട്ടിംഗ് മതിയാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളതാണ്. ബോട്ടിങ്ങിന് ശേഷം ഞങ്ങൾ പോയത് റൂറൽ മ്യൂസിയത്തേക്കാണ്. പോകുന്ന വഴി തടിയിൽ തീർത്ത ശില്പങ്ങളും കളിമൺ പാത്രങ്ങളുടെയും അലങ്കാര വസ്തുക്കളുടെയും ഒരു സ്റ്റാൾ കൂടി കാണാൻ സാധിച്ചു. അവിടെ വിലപേശി സാധനങ്ങൾ വാങ്ങുന്ന അനേകരെ ഞങ്ങൾ കാണുവാൻ സാധിച്ചു. നിൽക്കുന്നത് റൂറൽ മ്യൂസിയത്തിലാണ്. പരമ്പരാഗതമായ ഇന്ത്യൻ വില്ലേജുകളും അവിടുത്തെ മനുഷ്യരും അവരുടെ തൊഴിലും അവരുടെ ലൈഫ് സ്റ്റൈലും നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കലാസൃഷ്ടികളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
വില്ലേജ് ബസാർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പരമ്പരാഗതമായ ഉത്സവങ്ങളുടെയും നൃത്തങ്ങളുടെയും കലാസൃഷ്ടികളും ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് ട്രൈബൽ ലൈഫ് സ്റ്റൈൽ കാണാൻ സാധിക്കും. പഴയകാല വസ്ത്രരീതിയും അവരുടെ ജോലിയും പഴയകാല കെട്ടിടങ്ങളുടെ ഉൾവശവും ഇവിടെ കാണാൻ കഴിയും. അവിടെ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ഒരു കാളവണ്ടി കാണാനിടയായി. ഇപ്പോഴും ഈ ഗ്രാമത്തിൽ കാളവണ്ടി സവാരി നടത്തുന്നുണ്ട്. അവിടെ നിന്നും ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പോയത് റോക്ക് മ്യൂസിയത്തിലേക്കാണ്. പോകുന്ന വഴിയിൽ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ചെറിയ ശില്പങ്ങൾ കാണാൻ കഴിയും. അതോടൊപ്പം പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ച കെട്ടിടങ്ങളും അവിടെയുണ്ട്. രാത്രി ഏറെ വൈകിയതിനാൽ റോക്ക് മ്യൂസിയത്തിലെ കാഴ്ചകൾ കാണാൻ സാധിച്ചില്ല. എന്നാലും അവിടെ പണി തീരാത്ത വലിയൊരു ശില്പം കാണാൻ കഴിഞ്ഞു. സുബ്രത ബസു എന്ന കലാകാരനാണ് ഈ റോക്ക് മ്യൂസിയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം, മ്യൂസിയം മാത്രമല്ല, കുട്ടികൾക്ക് കളിക്കുന്നതിനും സമയം ചെലവഴിക്കുന്നതിനും ചിൽഡ്രൻസ് പാർക്കും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അവസാനമായി ഞങ്ങളൊരു ഷോപ്പിംഗ് ഏരിയയിലേക്കാണ് കടന്നു പോകുന്നത്. അവിടെ തടികൾ കൊണ്ട് നിർമ്മിച്ച അനേകം വസ്തുക്കൾ കാണാൻ സാധിക്കും. പാത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ, ബൈക്കുകളുടെ തടിയിൽ തീർത്ത മിനിയേച്ചറുകളും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഏകദേശം 50ഓളം സ്റ്റാളുകളും മറ്റു കടകളും ഇവിടെ കാണാൻ കഴിയും. പ്രധാനമായും ആഭരണങ്ങളും വസ്ത്രങ്ങളുമാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ശില്പാരാമം ക്രാഫ്റ്റ് വില്ലേജിലെ വിശേഷങ്ങൾ. എന്നോടൊപ്പമുള്ള ഈ യാത്ര നിങ്ങൾ ആസ്വദിച്ചു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.